നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആനക്കര സ്വാമിനാഥ ഡയറ്റേഴ്സ് സ്കൂളിലെ പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തിയായി. വി.ടി. ബൽറാം എം.എൽ.എയുടെ 2012-13 സാമ്പത്തിക വർഷത്തിലെ ഫണ്ടിൽ നിന്നും 12,40,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. PTA-യുടെ ആഭിമുഖ്യത്തിൽ നടന്ന പദ്ധതിയിൽ മുൻകൂട്ടി ഫണ്ട് ലഭിക്കാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനം നീളുകയായിരുന്നു. തുടർന്ന് അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് താൽക്കാലികമായി ഫണ്ട് ശേഖരിച്ചാണ് പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 1 രാവിലെ 11 മണിക്ക് വി.ടി. ബൽറാം എം.എൽ.എ നിർവഹിക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A.M. അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിക്കും. പരമ്പരാഗതമായ കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിരീതി ആനക്കര മേഖലയിൽ സജീവമാകുന്നു. ആനക്കര പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലാണ് വെള്ളം വറ്റിക്കാനായി തുടുപ്പ് തേക്ക് ഉപയോഗിച്ചു വരുന്നത്. ഞാറ്റുകണ്ടത്തിൽ നിന്നും നടിയിൽ നടത്തിയ ഭാഗങ്ങളിൽ നിന്നും വെള്ളം വറ്റിക്കാനും വെള്ളം നിറയ്ക്കാനുമാണ് പഴയകാല കാർഷിക ഉപകരണങ്ങളെ ആശ്രയിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലകളിൽ തുടുപ്പ് തേക്ക് ഉപയോഗിച്ചുള്ള കൃഷി തകൃതിയായി നടക്കുന്നുണ്ട്. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി യോഗം ചേർന്നു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നവംബർ 1 നടക്കും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ T.N. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി T.P. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. V.V. രാധാകൃഷ്ണൻ, സേതുമാധവൻ, K. മുഹമ്മദ്, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. എമ്പ്രാന്തിരി ക്ഷേമസമിതി കേന്ദ്ര കമ്മിറ്റി വാർഷിക സമ്മേളനം പട്ടാമ്പി ക്ഷേമസഭ ആസ്ഥാന മന്ദിരത്തിൽ നടന്നു. മുന്നോക്ക സമുദായ സംരക്ഷണ മുന്നണി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ പൊറ്റി ഉദ്ഘാടനം ചെയ്തു. എമ്പ്രാന്തിരി ക്ഷേമസമിതി പ്രസിഡന്റ് J.M. ഉണ്ണി അധ്യക്ഷനായിരുന്നു. ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. K.M. വെങ്കിടേശ്വരൻ, പുരുഷോത്തമൻ എമ്പ്രാന്തിരി, ശ്രീനിവാസൻ പോറ്റി, C.P. നായർ, K.P. ബാലകൃഷ്ണ പിഷാരടി, അരവിന്ദക്കുറുപ്പ് എന്നിവർ പങ്കെടുത്തു. വിശാലമായ ഒരു ലക്ഷ്യത്തോടുകൂടി ഈ മുന്നോക്ക സമുദായങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ കഷ്ടതകൾക്ക് ഒരറുതി വരുത്തുന്നതിനും നമ്മുടെ ശബ്ദം നിയമസഭയിൽ എത്തിക്കുന്നതിനും കൂട്ടായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോക്ക സമുദായ സംരക്ഷണ മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലായാലും ഉദ്യോഗത്തിൻ്റെ മേഖലയിലായാലും ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു കൂട്ടം സമുദായ അംഗങ്ങളുടെ കൂട്ടായ്മ എന്ന് തന്നെ, ഇനിയും വ്യക്തമായി പറഞ്ഞാൽ സംവരണ ഇതര വിഭാഗങ്ങളുടെ കൂട്ടായ്മയെന്നും ഇതിനെ വിവക്ഷിക്കാം. മലയാളത്തിലെ പ്രശസ്ത കവയിത്രി നാലപ്പാട്ട് ബാലാമണിയമ്മ ഓർമ്മയായിട്ട് 10 വർഷം പിന്നിടുന്നു. മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെട്ട അവരുടെ കൃതികൾ ഓരോന്നും വായനക്കാർക്ക് അമൂല്യ അനുഭവമായി. സുജ ആർ മേനോന്റെ റിപ്പോർട്ട്. മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്ന ബാലാമണിയമ്മ 1909 ജൂലൈ 19 ചിറ്റഞ്ഞൂർ കോവിലകത്ത് കുഞ്ചുണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുടെയും മകളായി തൃശൂർ ജില്ലയിലെ പുന്നയൂർകുളത്ത് ജനിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന ബാലാമണിയമ്മയ്ക്ക് കവിയും അമ്മാവനുമായ നാലപ്പാട്ട് നാരായണമേനോനായിരുന്നു മാർഗദർശിയായത്. കവിതകളോട് വളരെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ബാലാമണിയമ്മ ചെറുപ്പം മുതലേ കവിതകൾ എഴുതിയിരുന്നുവെങ്കിലും 1930 കൂപ്പുകൈ എന്ന പേരിൽ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങിയത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രയും ലളിതമായ ശൈലിയിൽ മനുഷ്യ മനസ്സിന്റെ ചെറു ചലനങ്ങൾ പോലും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ബാലാമണിയമ്മയുടെ കവിതകൾ. മാതൃത്വവും നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സിന്റെ ഭാവവും ബാലാമണിയമ്മയുടെ കവിതകളിൽ എന്നും മുന്നിൽ നിന്നിരുന്നു. 1947 കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷിത്ത് തമ്പുരാനിൽ നിന്ന് സാഹിത്യ നിപുണ ബഹുമതി, 1987 പത്മഭൂഷൺ ബഹുമതി ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ബാലാമണിയമ്മയെ തേടിയെത്തിയത്. മുത്തശ്ശി, അമൃതംഗമയ, നിവേദ്യം, മാതൃഹൃദയം എന്നിവയാണ് പ്രധാന കൃതികൾ. 90-ാം വയസ്സിൽ അൽഷിമേഴ്സ് രോഗബാധിതയായ ബാലാമണിയമ്മ 5 വർഷത്തെ മറവിയുടെ ലോകത്തെ ജീവിതത്തിനൊടുവിൽ 2004 സെപ്റ്റംബർ 29 ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും കവിതകളിലൂടെ ഇന്നും മലയാളി മനസ്സിൽ ജീവിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCTV. ഇടവേള. ലൈസ് കോളേജ് കുന്നംകുളം. BCA, BBA, BCom, MBA, regular, part-time and distance classes. ലൈസ് കോളേജ്, near bus stand, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം.
ഫോൺ 04885 645646 04885 203787. കേരള വിഷൻ ഡിജിറ്റൽ TV. കേബിൾ TV കാണുന്നതിന് ഇന്നുള്ള അനലോഗ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഡിജിറ്റൽ കേബിൾ TV നിലവിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ 2014 സെപ്റ്റംബർ 30-നും ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ 2014 ഡിസംബർ 31-നും ഇത് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. കേന്ദ്ര സർക്കാർ നിയമം മൂലം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ അനിവാര്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകൾ തുടർന്നും കാണുന്നതിന് ഓരോ ഉപയോക്താവും സെറ്റ് ഓഫ് ബോക്സുകൾ വീടുകളിൽ സ്ഥാപിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സെറ്റ് ഓഫ് ബോക്സുകൾ സ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററെ സമീപിക്കുക. നാമമാത്രമായ അധിക മാസവരി സംഖ്യ നൽകി 225-ലധികം ചാനലുകൾ കൂടുതൽ ദൃശ്യ ശ്രാവ്യ മിഴിവോടെ ആസ്വദിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV എന്നും ജനങ്ങളോടൊപ്പം. വാർത്തകൾ തുടരുന്നു. സെപ്റ്റംബർ 29 ലോക ഹൃദയാരോഗ്യ ദിനം. മാറിയ കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണ രീതിയുടെ പ്രഭാവലയത്തിൽപ്പെട്ട തലമുറയ്ക്കാണ് ഈ ദിനം ഏറെ അർത്ഥപൂർണമാകുന്നത്. ഹൃദയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യമുള്ള ഹൃദയത്തിന്റെ ഉടമകളാക്കി സമൂഹത്തെ മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് 2000-ൽ വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ ഹൃദയദിനം ആചരിക്കാൻ തുടങ്ങിയത്. പ്രതിരോധത്തിലൂടെ ഹൃദയ സംരക്ഷണം എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ ഹൃദ്രോഗ ബാധിതരുള്ള നാടാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും വർദ്ധിച്ച ഹൃദ്രോഗ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുണ്ടാകുന്ന പോഷകാഹാരക്കുറവും മറ്റും ജനിക്കുന്ന കുട്ടികൾക്ക് പിൽക്കാലത്ത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. 40 വയസ്സിൽ താഴെയുള്ളവരിലാണ് ഹൃദ്രോഗബാധ കൂടുതലായി കണ്ടുവരുന്നത്. ഒരു മുഷ്ടിയോളം വലിപ്പം വരുന്ന മൃദുലമായ ഹൃദയം നെഞ്ചിന്റെ ഇടതുഭാഗത്ത് പെരികാർഡിയം എന്ന ആവരണത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണങ്ങൾ ഏറി വരുന്ന ഇന്നത്തെ സമൂഹത്തിൽ എന്തുകൊണ്ടും ഹൃദയദിനത്തിന് പ്രാധാന്യം ഏറെയാണ്. എന്തുകൊണ്ടാണ് ഹൃദയം സ്തംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാനും സാധിക്കും. അലസമായ ജീവിത രീതി, മാനസികമായ പിരിമുറുക്കങ്ങൾ, മാറുന്ന ഭക്ഷണ രീതികൾ, പുകവലി എന്നിവയൊക്കെ രോഗത്തിന് കാരണമാകുന്നുണ്ട്. ചിട്ടയായ ഭക്ഷണ രീതികളും വ്യായാമ മുറകളും കൊണ്ട് ഒരു പരിധിവരെ ഈ രോഗത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക് CCTV. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് CN നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CD ചിത്ര, A ഉമർ, E യാഹു, അബ്ദുറഹിമാൻ, ജയശ്രീ, ഉഷാദേവി, രാമചന്ദ്രൻ, രവീന്ദ്രൻ, വിജയൻ, വൃന്ദാവനനാഥൻ, സൂര്യപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ശ്രീ ഞാങ്ങാട്ടി ഭഗവതി ദേവസ്വം ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ 9:30 സംഗീതോത്സവവും വൈകുന്നേരം 6:30 ഒറ്റപ്പാലം ഭാസുരി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് അവതരിപ്പിക്കുന്ന നൃത്യങ്ങളും അരങ്ങേറി. ചർവം പെരുങ്ങോട് എരുമപ്പറമ്പിൽ ചങ്ങൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാളിയാണ് ഭാര്യ. രാജൻ, വേണു, പ്രകാശൻ, ലീല എന്നിവർ മക്കളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.